ഹലോ ഫ്രണ്ട്സ് ഫിഷ് ഹണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാനൊരു 8 വർഷത്തോളമായി മത്സ്യകൃഷി ആയിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ തുടങ്ങിയിട്ട് 8 വർഷത്തിൽ കൂടുതലായെങ്കിലും ഉള്ളൂ. അപ്പം ഈ മത്സ്യകൃഷി ബന്ധപ്പെട്ട് ഒറ്റനവധി പരീക്ഷണങ്ങൾ ഞാൻ നടത്തി നോക്കി. ഇതൊന്ന് സക്സസ് ആക്കി തീർക്കാൻ കൊണ്ട് എങ്ങനെ കഴിയും എന്ന് സംബന്ധിച്ച്. ആദ്യകാലങ്ങളിലൊക്കെ മത്സ്യം ഇട്ടിട്ട് ഒരു 3 മാസം വരെയും കുഴപ്പമില്ല. പിന്നെ മീനെല്ലാം കൂട്ടത്തിൽ ചത്തുപോകുന്നു. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, രോഗങ്ങൾ, രക്ഷയില്ല. പല വിധത്തിലുള്ള പദ്ധതികൾ യൂട്യൂബിൽ കണ്ടിട്ടും അങ്ങനെ ഇങ്ങനെയായിട്ട് ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തി. അതിൽ പരാജയപ്പെട്ട ചില പരീക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ കുളം ഉണ്ടാക്കുമ്പോൾ കുളത്തിൻ്റെ അടിഭാഗം ഒരു ചട്ടിയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ മീനിൻ്റെ കാഷ്ടമെല്ലാം കൂടെ അതിൻ്റെ സെൻറ്ററിലേക്ക് പോയിട്ട് അവിടുന്ന് വെളിയിലേക്ക് എടുത്ത് ഡ്രെയിൻ ചെയ്ത് കളയാൻ എളുപ്പമാണെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്തു. നല്ലൊരു പൈസ അതിന് വേണ്ടി മുടക്കി. 2 കുളങ്ങൾ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തു ആദ്യകാലങ്ങളിൽ. നോക്കുക, ഇപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് വരാം. ഇത് കണ്ടോ, ഇത് 2 കോൺക്രീറ്റ് കുളമാണ് കേട്ടോ. കണ്ടോ, ഏകദേശം 16 അടി നീളമുള്ള ഒരു 7 അടി വീതിയുള്ള കോൺക്രീറ്റ് കുളം ഇത്. അപ്പോൾ ആദ്യമേ ഞാനിതിൻ്റെ അടിഭാഗം ലെവലായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ലെവലായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ വന്നത്. പിന്നെ അതിൻ്റെ അകം കുത്തിപ്പൊളിച്ച് സെൻറ്റർ ഭാഗം കുഴിച്ച് ഇതൊരു മുട്ടയുടെ ഷേപ്പിലാക്കി തീർത്തു. ഉണ്ടോ, അടിഭാഗം ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയും. മുട്ടയുടെ ഷേപ്പിലാക്കി ഈ 2 കുളം അങ്ങനെ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സൈഡിലേക്ക് മീനിൻ്റെ കാഷ്ടമെല്ലാം പോയി അവിടുന്ന് നമുക്ക് വേസ്റ്റ് എടുത്ത് കളയാൻ എളുപ്പമുണ്ട്. പിന്നെ മീനിന് കുഴപ്പം വരികയായിരുന്നു. അത് അമ്പയെ പരാജയപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് വേറൊരു ഐഡിയ തോന്നി. ഇപ്പം ഇതിൻ്റെ അടിയിൽ സെൻറ്റർ ഭാഗത്ത് ഒരു സബ്മേർസിബിൾ മോട്ടർ വെച്ചിട്ട് വെള്ളം പമ്പ് ചെയ്ത് ഓവർ ടാങ്ക് ഹെഡ് ഉണ്ടാക്കിയിട്ട് ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിലിടയ്ക്ക് വെള്ളം അടിച്ചിട്ടിട്ട് അവിടുന്ന് ഫിൽട്ടർ ചെയ്ത് താഴേക്ക് റിട്ടേൺ വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇതുണ്ടോ, അവിടുന്ന് മേളിലേക്ക് അതിൻ്റെ സൈഡിലായിട്ട് വേറൊരു ടാങ്ക് കെട്ടി കുറേ പൊക്കത്തിൽ. ഇതുണ്ടോ, അത് ആ ടാങ്കിലെ വെള്ളം കിടക്കുന്ന ഈ കാണുന്നത് ഇതുണ്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് വെള്ളം സബ്മേർസിബിൾ പമ്പ് വെച്ച് ഇതിനകത്തേക്ക് പമ്പ് ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് വെള്ളം ഇതുണ്ടോ ഈ ചെറിയൊരു ടാങ്ക് ചാടും. അപ്പോൾ ഈ ചെറിയ ടാങ്കിൽ ഞാൻ കുറേ മിറ്റിലും കുറച്ച് കക്കായും അതിലായിട്ട് അവിടുന്ന് വെള്ളം റിട്ടേൺ വീണ്ടും ഈ കുളത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കുളം കാണുമ്പോൾ ഇത് എല്ലാം പരാജയപ്പെട്ട് പോയതാണ്. ഇതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചതെന്ന് അറിയാമോ? ഇത് സക്സസ് ആയിട്ടുള്ളൊരു പരിപാടിയല്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സക്സസ്? അതാണ് നമ്മൾ പരിഗണിക്കേണ്ട കാര്യം. നമുക്കിനി അത് ഒന്ന് നോക്കാം. ഇതുണ്ടോ, ഈ 2 ടാങ്കുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഞാൻ നല്ലൊരു പൈസ മുടക്കി കേട്ടോ. കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കി, മേളിൽ ഉണ്ടോ ഓവർ ഹെഡ് ടാങ്ക് അതുണ്ടാക്കി. അതിൻ്റെ കാഴ്ച വെച്ചിട്ട് മുമ്പ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെ കുറേ പൈസ ഞാൻ മുടക്കി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് വേറൊരു വൃത്തി ചെയ്യാമെന്ന്. അത് എന്താണെന്ന് നോക്കാം. അത് ഞാൻ ഈ ബയോഫ്ലോക്ക് പദ്ധതിക്ക് വേണ്ടി ഒരു ടാങ്ക് ഉണ്ടാക്കി. ബയോഫ്ലോക്കിൻ്റെ ടാങ്കിൻ്റെ രീതി നിങ്ങൾക്കറിയാം. അതിൻ്റെ അടിയിൽ മുട്ടയുടെ ഷേപ്പിലാണ്. അതിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടി ഇവിടെ ഒരു ഡ്രെയിനേജ് പൈപ്പും വെച്ചു. ഇതും ഇപ്പം അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഉണ്ടോ, ടാപ്പ് തുറന്നിട്ടേക്കുക. അത് ഞാൻ അതിൻ്റെ അകത്ത് അടച്ചു വെച്ചേക്കുക. തുറന്നാലും വെള്ളം ഇപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഉണ്ടോ, ഇതാണ് ടാപ്പ്. അപ്പോൾ അതും പരാജയപ്പെട്ടു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഒന്നും അമോണിയ വിമുക്തമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയാലെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇപ്പം ഇതിനകത്ത് മത്സ്യങ്ങളുണ്ട്. ഉണ്ടോ, അതോടൊപ്പം തന്നെ ഈ ടാങ്കിനകത്ത് മത്സ്യമുണ്ട്. ഉണ്ടോ, ഇതിനകത്ത് മത്സ്യമുണ്ട്. ഇനി വേറൊരു ടാങ്ക് നിങ്ങൾ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, ഞാൻ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് എനിക്കുള്ളതിലെ വലിയ കുളം. 1,20,000 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു കുളമാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ കുളമാണെന്ന് തോന്നുള്ളൂ. പക്ഷേ നാച്ചുറൽ കുളമല്ല, ഇത് ആർട്ടിഫിഷ്യൽ പോണ്ടാണ്. പടുതിട്ടേക്കെന്ന് കാണുന്നത് ഉണ്ടോ. ഇതെന്താ ഞങ്ങൾ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളയും പുല്ലൊക്കെ എൻ്റെ സൈഡിൽ കൂടെ വരാൻ അനുവദിച്ചേക്കുന്നത് നൈട്രേറ്റ് കുറേ അത് വലിച്ചെടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇത് നോക്കുക, ഈ കുളത്തിൽ ഞാൻ കൊണ്ട് നട്ടുപിടിപ്പിച്ചല്ല. ഈ കുളം വെറുതെ മണ്ണിട്ടിങ്ങനെ കുറേ നാൾ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ചെടികളുണ്ടായി വന്നു. ഉണ്ടോ, ഇത് സാധാരണ വെള്ളത്തിൽ വിടരുന്ന സൈസ് ചെടിയാണ്. ഈ പൈപ്രസ് പോലെ ഇരിക്കും ഏകദേശം. അതാണെന്ന് എനിക്കറിയില്ല. ഏതായാലും അതുണ്ട്. അപ്പം ഞാനതിനെ അനുവദിച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ
സ്വാഭാവികം മത്സ്യങ്ങൾ കിടക്കുമ്പോൾ മത്സ്യത്തിൻ്റെ കാഷ്ടം ഒരു നൈട്രേറ്റ് ആണല്ലോ, നൈട്രജൻ കോമ്പൗണ്ടാണത്. അപ്പോൾ അത് ചെടികൾ വലിച്ചെടുക്കും എന്നുള്ളതുകൊണ്ടാണ് അത് പ്ലാൻ ചെയ്തേക്കുന്നത്. ഏതായാലും ഇതിനകത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്കറിയാം. ഒന്നും ഞാൻ വെച്ചിട്ടില്ല, മോട്ടറോ കാര്യങ്ങളൊന്നുമില്ല. മോട്ടർ കൊടുക്കേണ്ടതാണ്, പക്ഷേ ഇത് വരാലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിന് വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ മത്സ്യങ്ങളെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, അപ്പോൾ ഇതിലൂടെ എനിക്ക് പറയാനുള്ള സംഗതി, നമ്മൾ മത്സ്യകൃഷിക്ക് ഇങ്ങനെ യൂട്യൂബിൽ കാണുന്ന പോലെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, മുട്ടയുടെ ഷേപ്പിലുണ്ടാക്കണം, അടി എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും വലിയ പ്രയോജനമില്ല. കാരണം ഞാൻ പരീക്ഷിച്ച് നോക്കിയവരും ഓൾറെഡി, നിങ്ങൾ കണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഞാനത് ഉപേക്ഷിച്ചത്? അത് സക്സസ് അല്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ സക്സസ് ആയി ഇപ്പോൾ ഈ കുളങ്ങളിലുള്ള രീതി എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഈ കുളത്തിലും വേറെ കുളം ഞാൻ നിങ്ങളെ കാണിച്ചു. ഇതിനകത്താണ് ഇപ്പം മത്സ്യമുള്ളൂ. ഞാൻ എന്താണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ അകത്ത് മണ്ണിട്ടിട്ടുണ്ട്. ഒരു 3 ഇഞ്ച് കനത്തിന് ഇതിനകത്ത് മണ്ണിട്ടിട്ടുണ്ട്. എന്നിട്ട് സാധ്യമെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ചെടികൾ, ഇപ്പോൾ വെള്ളത്തിൽ വിട്ടുന്ന ചെടികളും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, എയർ മാത്രം കൊടുത്താൽ മതി. ഇതാണ് സക്സസ് ആയ രീതി. കണ്ടോ? ഈ ഒരു രീതി ഞാൻ ഏകദേശം ഒരു 6 വർഷമായി, 2 വർഷം എൻ്റെ പരീക്ഷണമായിരുന്നു മുഴുവൻ. 6 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ആണ് ഇപ്പോൾ മത്സ്യകൃഷി ചെയ്യുന്നത്. ഈ രീതിയിൽ എൻ്റെ ഈ ഒരു രീതി ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് ഈ രീതിയിൽ മത്സ്യകൃഷി നടത്തുന്നുണ്ട്. പക്ഷേ അവർക്കെല്ലാം നല്ല സക്സസ് റേറ്റ് ഉണ്ട്. ഈ അമോണിയ ഇല്ലാതാക്കാൻ തക്കണം വേറെ ഉള്ള ഒത്തിരി കൃത്രിമ കാര്യങ്ങളോ പമ്പോ ഫിൽട്രേഷൻ സംവിധാനങ്ങളോ ഒന്നും വേണ്ട, മണ്ണിടുക. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടുള്ള ഇക്കോ സിസ്റ്റമാണ് നമ്മൾ എപ്പോഴും മത്സ്യത്തിന് നല്ലത്. അത് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആർട്ടിഫിഷ്യൽ പോണ്ടല്ല, നാച്ചുറൽ പോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇനി നാച്ചുറൽ പോണ്ട് എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഇല്ലല്ലോ. ഉറവെള്ളമുള്ള സ്ഥലങ്ങളൊന്നും സ്വാഭാവികമായിട്ട് കാണത്തില്ല. ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പടുതാക്കുളം എടുത്തിട്ട് അതിനുള്ളിൽ മണ്ണിട്ടിട്ട് മത്സ്യത്തിന് എയറിന് വേണ്ടിയിട്ടൊരു എയർ പമ്പ് വെക്കുക. അതല്ലെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പ് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ കുത്തിച്ചടിക്കുക. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ പൈസ മുടക്കി കളയണ്ട. ഞാൻ എത്ര രൂപ വെറുതെ മുടക്കി കളഞ്ഞത് ഉണ്ടോ? അപ്പം ഞാൻ ഒരു കർഷകൻ നിലയിൽ എൻ്റെ അനുഭവമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് മണ്ണിട്ട് കൃഷി ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മത്സ്യകൃഷി നന്നായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. പുസ്തകത്തിൽ പഠിച്ചാൽ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയല്ലോ. പറ്റുമോ? പുസ്തകത്തിൽ നിന്നാണ് എൻ്റെ തിയറി പഠിച്ചാൽ പറ്റിയല്ല, പ്രാക്ടിക്കൽ വേണം. അതുകൊണ്ട് പ്രായോഗിക ലൈഫിൽ ഇതാണ് സക്സസ് എന്നുള്ളത് ഞാൻ കണ്ടെത്തിയ സംഗതിയാണ്. അത് ഞങ്ങളോട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില ടിപ്സുകളൊക്കെ പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ഈ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മത്സ്യകൃഷി ഇതിനോട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ എനിക്കുണ്ട്. എയർ പമ്പുകൾ, സബ്മേഴ്സിബിൾ പമ്പുകൾ, ഇതെല്ലാം ഞാൻ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സബ്മേഴ്സിബിൾ പമ്പോ അല്ലെങ്കിൽ എയർ പമ്പോ ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ.